Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാമാദ്യം പ്രധാന വാർത്തകൾ. ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിച്ച 24 മണിക്കൂർ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം. BMS ഒഴികെയുള്ള രാജ്യത്തെ 10 തൊഴിലാളി സംഘടനകൾ ചേർന്നാണ് ദേശീയ പണിമുടക്ക് നടത്തുന്നത്. അസംഘടിത തൊഴിലാളികൾ ഉൾപ്പെടെ ദേശീയ പണിമുടക്കിൽ അണിചേർന്നു. സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് പഴയങ്ങാടിയിൽ പൂർണ്ണം. സമരാനുകൂലികൾ ചരക്കുവാഹനങ്ങൾ തടഞ്ഞു. ഇത് പോലീസും സമരക്കാരും തമ്മിൽ ഏറെ നേരം വാക്കേറ്റത്തിന് കാരണമായി. അപകടാവസ്ഥയിലായ കെട്ടിടം വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലായും ജീവനക്കാരുടെ ക്വാർട്ടേഴ്സായും ലൈബ്രറിയായും പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. മഴക്കാലം ആരംഭിച്ചപ്പോൾ തന്നെ പല കെട്ടിടവും തകർന്നു വീഴുന്നു. 70 വയസ്സു കഴിഞ്ഞവർക്ക് ചികിത്സാ സൗജന്യം ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കിയില്ല. ഇതോടെ സാധാരണക്കാരായ കുടുംബത്തിലെ പ്രായമായവരുടെ ചികിത്സ പ്രതിസന്ധിയിലായിരിക്കുന്നു. കരിവെള്ളൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ഔഷധഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിച്ച 24 മണിക്കൂർ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം. BMS ഒഴികെയുള്ള രാജ്യത്തെ 10 തൊഴിലാളി സംഘടനകൾ ചേർന്നാണ് ദേശീയ പണിമുടക്ക് നടത്തുന്നത്. അസംഘടിത തൊഴിലാളികൾ ഉൾപ്പെടെ ദേശീയ പണിമുടക്കിൽ അണിചേർന്നു. ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിച്ച 24 മണിക്കൂർ പണിമുടക്കിൽ 25 കോടിയോളം തൊഴിലാളികൾ അണിചേരുമെന്നാണ് തൊഴിലാളി സംഘടനകൾ വ്യക്തമാക്കിയിരുന്നത്. പണിമുടക്ക് പയ്യന്നൂരിലും പരിസര പ്രദേശങ്ങളിലും പൂർണ്ണമായിരുന്നു. പണിമുടക്കിയ തൊഴിലാളികൾ പയ്യന്നൂർ പെരുമ്പയിൽ നിരത്തിലിറങ്ങിയ ചില വാഹനങ്ങൾ തടഞ്ഞു. ആശുപത്രി, മെഡിക്കൽ സ്റ്റോർ, ആംബുലൻസ്, മാധ്യമ സ്ഥാപനങ്ങൾ, പാൽ വിതരണം അടക്കമുള്ള അവശ്യ സർവീസുകളെ ദേശീയ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളം എന്നിവിടങ്ങളിലേക്കുള്ള ഗതാഗതത്തെയും മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹം, ടൂറിസം എന്നിവയെയും പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ചില സ്വകാര്യ വാഹനങ്ങൾ ഒഴികെ മറ്റു വാഹനങ്ങളൊന്നും നിരത്തിലിറങ്ങിയില്ല. അവശ്യ സർവീസുകൾ ഒഴികെ മറ്റെല്ലാ സ്ഥാപനങ്ങളും കടകമ്പോളങ്ങളും അടഞ്ഞു കിടന്നു. മെഡിക്കൽ ഷോപ്പുകൾ തുറന്നു പ്രവർത്തിച്ചു. BMS ഒഴികെയുള്ള രാജ്യത്തെ 10 തൊഴിലാളി സംഘടനകൾ ചേർന്നാണ് ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നത്. CATU, INTUC, AITUC, HMS, SCWA, LPF, UTUC എന്നിവ അടക്കമുള്ള തൊഴിലാളി സംഘടനകളുടെ സംയുക്ത സമരസമിതിയാണ് ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. ഗതാഗതം, ഇൻഷുറൻസ്, റെയിൽവേ, തപാൽ, പ്രതിരോധം, ഖനി, നിർമ്മാണം, ബാങ്കിംഗ്, വൈദ്യുതി, ഉരുക്ക്, ടെലികോം മേഖലയിലെ തൊഴിലാളികൾ എന്നിവർ ദേശീയ പണിമുടക്കിൽ പങ്കെടുത്തു. വിവിധ സർക്കാർ ജീവനക്കാർ, ആശാവർക്കർമാർ, അംഗനവാടി ജീവനക്കാർ, ഉച്ചഭക്ഷണ തൊഴിലാളികൾ, ചെറുകിട കച്ചവടക്കാർ, ഓട്ടോ ടാക്സി ഡ്രൈവർമാർ, ബീഡി തൊഴിലാളികൾ എന്നിവരും പണിമുടക്കിൽ അണിചേർന്നു. തൊഴിലാളികളുടെ അവകാശങ്ങളെ ഹനിക്കുന്ന പുതിയ തൊഴിൽ ചട്ടങ്ങൾ റദ്ദാക്കണമെന്നാണ് തൊഴിലാളികളുടെ പ്രധാന ആവശ്യം. തൊഴിൽ, സാമൂഹ്യ സുരക്ഷയും മെച്ചപ്പെട്ട വേതനവും ആനുകൂല്യങ്ങളും ഉറപ്പാക്കണമെന്ന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അവഗണിച്ചതിനെ തുടർന്നാണ് തൊഴിലാളി സംഘടനകളുടെ സംയുക്ത സമരസമിതി പണിമുടക്കിലേക്ക് നീങ്ങിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംയുക്ത തൊഴിലാളി സംഘടനകൾ നടത്തുന്ന ദേശീയ പണിമുടക്ക് പയ്യന്നൂരിൽ CITUവിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ രാജ്യത്തെ സംയുക്ത തൊഴിലാളി സംഘടനകൾ നടത്തുന്ന ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി പയ്യന്നൂർ നഗരത്തിൽ CITU നേതൃത്വത്തിൽ
പ്രകടനം നടത്തി. പയ്യന്നൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി വെരുമ്പയിൽ സമാപിച്ചു. CITU നേതാക്കളായ PV കുഞ്ഞപ്പൻ, C കൃഷ്ണൻ തുടങ്ങിയവരും വി ബാലൻ, KV ബാബു, KK ജയപ്രകാശ്, KK കൃഷ്ണൻ, KK ഗംഗാധരൻ, P സന്തോഷ്, ബാബു തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. തൊഴിൽ, സാമൂഹ്യ സുരക്ഷയും മെച്ചപ്പെട്ട വേതനവും ആനുകൂല്യങ്ങളും ഉറപ്പാക്കണമെന്ന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അവഗണിച്ചതിനെ തുടർന്നാണ് തൊഴിലാളി സംഘടനകളുടെ സംയുക്ത സമരസമിതി പണിമുടക്കിലേക്ക് നീങ്ങിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് പഴയങ്ങാടിയിൽ പൂർണ്ണം. സമരാനുകൂലികൾ ചരക്കുവാഹനങ്ങൾ തടഞ്ഞു. ഇത് പോലീസും സമരക്കാരും തമ്മിൽ ഏറെ നേരം വാക്കേറ്റത്തിന് കാരണമായി. രാവിലെ 10 മണി മുതലാണ് വാഹനങ്ങൾ തടഞ്ഞത്. സ്വകാര്യ വാഹനങ്ങൾ കടന്നുപോകാൻ അനുവദിച്ചിരുന്നു. ചരക്ക് ലോറികൾ എരിപുരം മുതൽ താവം വരെ നിർത്തിയിട്ടു. 1 മണിക്കൂറിന് ശേഷം ലോറികൾ വിട്ടയച്ചു. പണിമുടക്കിയ തൊഴിലാളികൾ പഴയങ്ങാടിയിൽ പ്രകടനം നടത്തി. സമരവുമായി മുഴുവൻ തൊഴിലാളികളും സഹകരിച്ചിരുന്നു എന്ന് CITU മാടായി ഏരിയ ജോയിന്റ് സെക്രട്ടറി വരുൺ ബാലകൃഷ്ണൻ പറഞ്ഞു. ഇന്ത്യ രാജ്യത്ത് 25 കോടിയിലധികം വരുന്ന തൊഴിലാളികൾ പണിമുടക്കുമായി സഹകരിക്കുകയും പണിമുടക്കുകയും ചെയ്യുകയാണ്. പണിമുടക്ക് വമ്പിച്ച വിജയമാണ്. പഴയങ്ങാടിയിലും എല്ലാ സ്ഥാപനങ്ങളിലും തൊഴിലാളികൾ പണിമുടക്കിയിട്ടുണ്ട്. പണിമുടക്കുമായി കടയുടമകളും മറ്റുമെല്ലാം സഹകരിക്കുന്നുമുണ്ട്. പണിമുടക്കിന്റെ ഭാഗമായി പഴയങ്ങാടിയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPM മാടായി ഏരിയ സെക്രട്ടറി V വിനോദ് ഉദ്ഘാടനം ചെയ്തു. IV ശിവരാമൻ, വരുൺ ബാലകൃഷ്ണൻ, OV രഘുനാഥ്, M ചന്ദ്രൻ, M ഗോപാലകൃഷ്ണൻ, TV ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അഖിലേന്ത്യാ പൊതുപണിമുടക്കിന്റെ ഭാഗമായി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പിലാത്രയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പൊതുയോഗം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് PK ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. അഖിലേന്ത്യാ പൊതുപണിമുടക്കിന്റെ ഭാഗമായി വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പിലാത്രയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പൊതുയോഗം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റ് PK ശ്രീമതി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളോട് യാതൊരു പ്രതിബദ്ധതയുമില്ലാത്ത ഗവൺമെന്റാണ് ഇന്ത്യ ഭരിക്കുന്നതെന്നും വാഗ്ദാനങ്ങൾ നൽകുന്നതല്ലാതെ അത് പാലിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് യാതൊരു താൽപര്യവും കാണിക്കുന്നില്ല എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ PK ശ്രീമതി ടീച്ചർ പറഞ്ഞു. ചിലർ പണിമുടക്കിനെ പൊളിക്കാനും പണിമുടക്കിനെ എതിർക്കാനും ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാം. ഇന്നത്തെ ഈ പണിമുടക്ക് സമരം രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ തെറ്റായിട്ടുള്ള തൊഴിലാളി ദ്രോഹ, കർഷക ദ്രോഹ നയങ്ങൾക്കെതിരായിട്ടുള്ള സമരമാണ്. പണിമുടക്ക് സമരമാണ്. അക്ഷരാർത്ഥത്തിൽ അധ്വാനിക്കുന്ന സമസ്ത മേഖലയിലും പെട്ട ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശങ്ങൾ ഹനിക്കുന്ന തെറ്റായിട്ടുള്ള ജനവിരുദ്ധമായ നടപടികൾ സ്വീകരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ നീക്കം തിരുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ സംയുക്ത ട്രേഡ് യൂണിയൻ ഈ പണിമുടക്ക് സമരം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. എത്രയോ സമ്മർദ്ദ തന്ത്രങ്ങൾ ട്രേഡ് യൂണിയൻ സംഘടനകളുടെയും കർഷക സംഘടനകളുടെയും മറ്റ് സർവീസ് സംഘടനകളുടെയും നേതൃത്വത്തിൽ നടത്തുകയുണ്ടായി. നിവേദനങ്ങൾ കൊടുക്കുക മാത്രമല്ല, പല വിധത്തിലുള്ള പല രൂപത്തിലുള്ള ജനാധിപത്യ അവകാശങ്ങൾ നമുക്ക് വീണ്ടുകിട്ടാനുള്ള വളരെയേറെ പ്രക്ഷോഭങ്ങൾ, വളരെയേറെ നിവേദനങ്ങൾ, സമ്മർദ്ദങ്ങൾ രാജ്യം ഭരിക്കുന്ന സർക്കാരിന്റെ മേലെ നമ്മളെ ചെലുത്തുകയുണ്ടായി. പക്ഷേ അതൊന്നും അവർക്ക് ബധിരകർണങ്ങളിൽ പതിഞ്ഞ പോലെയായിരുന്നു. VV പ്രീത അധ്യക്ഷത വഹിച്ചു. EP ബാലൻ, K പത്മനാഭൻ, M ശ്രീധരൻ, MV രാജീവൻ, AV രവീന്ദ്രൻ, CM വേണുഗോപാലൻ, MV രാമകൃഷ്ണൻ, KC തമ്പാൻ മാസ്റ്റർ, V രമേശൻ, M രവീന്ദ്രൻ, M അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. വിവിധ മേഖലകളിലെ തൊഴിലാളികളും കർഷകരും കർഷക തൊഴിലാളികളും പങ്കെടുത്തു. പണിമുടക്കിന്റെ ഭാഗമായി പിലാത്തറ, മാതമംഗലം മേഖലകളിൽ കടകമ്പോളങ്ങൾ പൂർണ്ണമായി അടഞ്ഞുകിടന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന ദേശീയ പണിമുടക്ക് തൃക്കരിപ്പൂർ പടന്ന തീരദേശ മേഖലയിൽ ഏതാണ്ട് പൂർണ്ണം. ടൗണുകളിൽ കടകൾ അടഞ്ഞുകിടന്നു. സ്വകാര്യ ബസ്സുകളും ടാക്സികളും ഓട്ടോറിക്ഷകളും ഉൾപ്പെടെ റോഡിൽ ഇറങ്ങിയില്ല. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി പടന്നയിൽ ഐക്യജനാധിപത്യ ട്രേഡ് യൂണിയനുകളുടെ ഏകോപന സമിതിയായ
UDTFന്റെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. മൂസ ഹാജി മുക്കിൽ നിന്നും ആരംഭിച്ച പ്രകടനത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് തൊഴിലാളികളും INTUC, STU, HMS തുടങ്ങിയ വിവിധ ട്രേഡ് യൂണിയൻ ഭാരവാഹികളും അണിനിരന്നു. തുടർന്ന് നടന്ന പൊതുയോഗം STU സംസ്ഥാന സെക്രട്ടറി ഷെരീഫ് കൊടവഞ്ചി ഉദ്ഘാടനം ചെയ്തു. അധ്വാനം നമ്മുടേതാണ്, ബുദ്ധി നമ്മുടേതാണ്, നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത് നമ്മളാണ്, ഉൽപാദന പ്രവർത്തനം നടത്തുന്നത് നമ്മളാണ്, ഈ മൈക്ക് ഉണ്ടാക്കിയത് നമ്മളാണ്, ഈ ഡെസ്ക് ഉണ്ടാക്കിയത് നമ്മളാണ്, നമ്മളിരിക്കുന്ന കസേര ഉണ്ടാക്കിയത് നമ്മളാണ്, ഈ ലോകമാന ജനങ്ങൾ ഭക്ഷിക്കുന്ന ഭക്ഷണം ഉണ്ടാക്കിയത് തൊഴിലാളികളാണ്, നമ്മൾ ധരിക്കുന്ന വസ്ത്രം ഉണ്ടാക്കിയതും നമ്മൾ തന്നെയാണ്. പക്ഷേ നമ്മൾ കൊയ്യും വയലുകളെല്ലാം തിന്നുന്നത് ബാക്കി വരുന്ന 40 കോടി ജനങ്ങളാണ്. 100 കോടി ജനങ്ങൾ ഉണ്ടാക്കിയ ഈ ഭക്ഷ്യവസ്തുക്കളും ഉൽപാദന പ്രക്രിയയും കൈകാര്യം ചെയ്യുന്നത് ബാക്കിയുള്ളവരാണ് എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടമില്ല. നമ്മുടെ അധ്വാനത്തിന്റെ ഫലം അവർ ഭക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് സങ്കടമില്ല. പക്ഷേ ഉൽപാദിപ്പിക്കുന്ന, അധ്വാനിക്കുന്ന ബുദ്ധിയും ശരീരവും ഈ ലോകത്തിന്, ഈ മാനവ സമൂഹത്തിന്, ഈ രാജ്യത്തിന് അർപ്പിച്ച നമ്മളെ പുച്ഛിച്ച് രണ്ടാം തരക്കാരാക്കി അവർ ഈ രാജ്യത്തിന്റെ സമ്പത്ത് മൊത്തം കൈയടക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നാൽ നമുക്ക് വിഷമമുണ്ടാവും. INTUC നിയോജക മണ്ഡലം പ്രസിഡന്റ് K. സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. INTUC സംസ്ഥാന പ്രവർത്തക സമിതി അംഗം KM ശ്രീധരൻ, UDTF നിയോജക മണ്ഡലം ചെയർമാൻ ഷംസുദ്ദീൻ IT എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PV മുഹമ്മദ് അസ്ലം മുഖ്യാതിഥിയായി. DCC ജനറൽ സെക്രട്ടറി KP പ്രകാശൻ, ഷംസീർ മണിയനൊടി, TKC മുഹമ്മദ് അലി ഹാജി, UC മുഹമ്മദ് കുഞ്ഞി, NK കുഞ്ഞിരാമൻ, PK താജുദ്ദീൻ, NC രാജു, K. മോഹനൻ, നാസർ നെല്ലിക്കാൽ, MK അഷ്റഫ്, കൃഷ്ണൻ മാടായി, PP അഷ്കർ, ATP മുത്തലിബ്, VK ഷാനിബ്, A. വിദ്യാധരൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവെള്ളൂർ, കാങ്കോൽ ഭാഗങ്ങളിലും പണിമുടക്ക് പൂർണ്ണം. കടകൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല. കരിവെള്ളൂർ, പെരളം, കാങ്കോൽ, ആലപ്പടമ്പ പഞ്ചായത്തുകളിൽ പണിമുടക്ക് പൂർണ്ണം. കടകൾ പൂർണ്ണമായും അടഞ്ഞുകിടന്നു. വാഹനങ്ങൾ നിരത്തിലിറങ്ങിയില്ല. പാൽ വിതരണത്തെ പണിമുടക്ക് ബാധിച്ചില്ല. പൂർണ്ണമായും സമാധാനപരമായിരുന്നു പണിമുടക്ക്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പഴയങ്ങാടി വെങ്ങര റെയിൽവേ മേൽപ്പാലം നിർമ്മാണ പ്രവൃത്തി വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. അധികൃതരുടെ അനാസ്ഥയാണ് പ്രവൃത്തി വൈകാൻ കാരണമെന്ന ആക്ഷേപം. വെങ്ങര, മുട്ടം, കക്കാടപ്പുറത്ത് നടന്ന പ്രതിഷേധ പരിപാടി മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ഉദ്ഘാടനം ചെയ്തു. മാടായി ഗ്രാമപഞ്ചായത്തിലെ വെങ്ങര റെയിൽവേ മേൽപ്പാലം പ്രവൃത്തി തുടങ്ങി 5 വർഷം പിന്നിട്ടിട്ടും പാതിവഴിയിൽ നിലച്ചിരിക്കുകയാണ്. മേൽപ്പാലത്തിന്റെ ഇരുഭാഗങ്ങളിലും ഏകദേശം പണി പൂർത്തിയായെങ്കിലും റെയിൽവേ ട്രാക്കിന് മുകളിൽ വരുന്ന സ്പാനുകൾ സ്ഥാപിക്കുന്നതിനു വേണ്ടി നീണ്ട കാത്തിരിപ്പിലാണ് അധികാരികൾ. റെയിൽവേയുടെ പെർമിഷൻ ലഭ്യമായി ഇല്ല എന്ന കാരണമാണ് അധികൃതർ പറയുന്നത്. KRFBയുടെ നേതൃത്വത്തിലാണ് പാലം പണി നടക്കുന്നത്. ഇനി ഡിസൈൻ തയ്യാറാക്കുന്നതിനു വേണ്ടി KSRBCയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും മറ്റു നടപടികൾ പൂർത്തിയാക്കി റെയിൽവേയുടെ പെർമിഷൻ ലഭ്യമാക്കിയിട്ടില്ല. പയ്യന്നൂർ, പഴയങ്ങാടി, എട്ടിക്കുളം, പാലക്കോട്, പുതിയങ്ങാടി ഭാഗങ്ങളിലേക്ക് പോകുന്ന റോഡുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട മേൽപ്പാലമാണ് വെങ്ങര റെയിൽവേ മേൽപ്പാലം. എന്നാൽ ബന്ധപ്പെട്ടവരുടെ മെല്ലപ്പോക്ക് കാരണം പ്രവൃത്തി തുടങ്ങി 5 വർഷം പിന്നിട്ടിരിക്കുകയാണ്. റെയിൽവേ ഗേറ്റ് മിക്കവാറും സമയങ്ങളിൽ അടഞ്ഞുകിടക്കുന്നതു കാരണം വലിയ ഗതാഗത പ്രശ്നമാണ് ജനങ്ങൾ നേരിടുന്നത്. കേന്ദ്ര, സംസ്ഥാന സർക്കാരുകൾ അവഗണന തുടരുകയാണെന്ന് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി പറഞ്ഞു. SU റഫീഖ് അധ്യക്ഷത വഹിച്ചു. SKP സഖറിയ, സഹീദ് കായിക്കാരൻ, SK ആബിദ, AP ബദറുദ്ദീൻ, O ബഷീർ, റഷീദ ഒടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പൊതുപണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പേരളത്തും ഏറ്റുകുടുക്കയിലും പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പ്രകടനങ്ങളിൽ നിരവധി പേർ പങ്കാളികളായി.
പേരളം സൗത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൊഴുമ്മൽ ബാങ്ക് പരിസരത്ത് നിന്ന് പേരളം സെൻട്രലിലേക്ക് ബഹുജന പ്രകടനം സംഘടിപ്പിച്ചു. എം രാഘവൻ, സി ബാലകൃഷ്ണൻ, കെ സന്തോഷ്, കെ എം സതീശൻ, കെ വി പ്രകാശൻ, ടി സുരേഷ്, സി വി രഹ്നേജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഏറ്റുകൊടുക്കയിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ടൗണിൽ നടന്ന പ്രകടനത്തിന് ടി തമ്പാൻ, ടി വിജയൻ, എം വി സുനിൽകുമാർ, വി രതീഷ്, കെ മനോഹരബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ചെറുകുന്നിൽ സംയുക്ത ട്രേഡ് യൂണിയനുകൾ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. CITU ജില്ലാ സെക്രട്ടറി KP രാജൻ ഉദ്ഘാടനം ചെയ്തു. സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് ചെറുകുന്നിൽ പൂർണ്ണം. വ്യാപാര സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. ഏതാനും സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങി. കണ്ണപുരം റെയിൽവേ സ്റ്റേഷന് സമീപത്തു നിന്നും ആരംഭിച്ച പ്രകടനം ചെറുകുന്ന് തറയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം CITU ജില്ലാ സെക്രട്ടറി KP രാജൻ ഉദ്ഘാടനം ചെയ്തു. A കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. T പുരുഷു, KV രാമകൃഷ്ണൻ, KV ശ്രീധർ, KV സുമേഷ്, K ശിവദാസൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സമരത്തിന്റെ ഭാഗമായി ചരക്ക് ലോറികളും ടാക്സി വാഹനങ്ങളും തടഞ്ഞുവച്ചു. റെയിൽവേ സ്റ്റേഷനിൽ എടുക്കുന്ന പ്രതിഷേധ പ്രകടനം തുടങ്ങുകയും ചെറുകുന്ന് തറക്ക് സമര കേന്ദ്രത്തിലേക്ക് മാർച്ച് നടത്തിക്കൊണ്ട് ഇന്ന് രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ ചെറുകുന്ന് തറക്ക് സമര കേന്ദ്രത്തിൽ സമരസഖാക്കള് അണിനിരക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. വളരെ ശക്തമായ രീതിയിൽ തന്നെ ആയിരക്കണക്കിന് സഖാക്കള് ഈ 2-3 സ്ഥലങ്ങളിൽ നിന്ന് വന്ന പ്രകടനത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ എടുക്കുന്ന എടക്കേപ്പുറം വടക്ക് നിന്ന്, അതുപോലെ തന്നെ അമ്പലപ്പുറത്ത് നിന്ന്, ചെറുകുന്നിൽ നിന്നൊക്കെ പ്രകടനമായാണ് തൊഴിലാളികൾ ഈ സമരത്തിൽ പങ്കെടുത്തത്. വമ്പിച്ച രീതിയിലുള്ള പങ്കാളിത്തം. കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ തെറ്റായ തൊഴിൽ നയങ്ങളും അതുപോലെ തന്നെ കർഷക ദ്രോഹ നയങ്ങൾക്കും എതിരായിട്ട് ശക്തമായിട്ടുള്ള ഒരു താക്കീതാണ് ഈ തൊഴിലാളി സമരം ഇന്നത്തെ പണിമുടക്ക് കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റും അതുപോലെ തന്നെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയും തയ്യാറാവണമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ദേശീയ പണിമുടക്ക് ചെറുകുന്നിൽ സമാധാനപരമായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പണിമുടക്കിൽ ഭക്ഷണം കിട്ടാതെ വലഞ്ഞവർക്ക് ഭക്ഷണ സൗകര്യമൊരുക്കി തൊഴിലാളികൾ. പയ്യന്നൂരിലെ പ്രധാന സമരകേന്ദ്രമായ പെരുമ്പയിലാണ് പണിമുടക്കിനെ തുടർന്ന് ഭക്ഷണം കിട്ടാത്തവർക്കായി തൊഴിലാളികളുടെ കൂട്ടായ്മയിൽ ഭക്ഷണം ഒരുക്കി നൽകിയത്. ദേശീയ പണിമുടക്ക് ദിനത്തിൽ ഭക്ഷണം കിട്ടാതെ വലഞ്ഞ അന്യസംസ്ഥാന തൊഴിലാളികൾ, ചരക്ക് വാഹനങ്ങളിലെ ഡ്രൈവർമാർ, വിവിധ വാഹനങ്ങളിൽ അപ്രതീക്ഷിതമായി എത്തിച്ചേർന്നവർ, സമരക്കാർ തടഞ്ഞ വാഹനങ്ങളിലെ യാത്രക്കാർ തുടങ്ങി നിരവധി പേർക്കാണ് CITUവിന്റെ നേതൃത്വത്തിൽ തൊഴിലാളികൾ സംയുക്തമായി ഭക്ഷണമൊരുക്കി വിതരണം ചെയ്തത്. പൊതുപണിമുടക്കിന്റെ ഭാഗമായി ഇന്ന് പയ്യന്നൂരിലെ പ്രധാനപ്പെട്ട സമരകേന്ദ്രം പെരുമ്പയാണ്. പെരുമ്പയിൽ ട്രേഡ് യൂണിയനുകൾ ചേർന്നുകൊണ്ട് ഇവിടെ അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. അതോടൊപ്പം തന്നെ വിവിധ വാഹനങ്ങളിൽ ഇവിടെ വന്നു ചേർന്ന ആളുകളുണ്ട്. ചിലർ പണിമുടക്ക് അറിയാതെ വന്നവരുണ്ട്, ചിലർ പണിമുടക്ക് മനസ്സിലാക്കിയിട്ടും പോകാൻ കഴിയുമെന്ന നിലയിലെല്ലാം വന്നു ചേർന്നവരുണ്ട്. ഏതായാലും വാഹനം ഇവിടെ തടഞ്ഞിട്ടുണ്ട്. ആ തടഞ്ഞ് വെച്ച വാഹനങ്ങളിലുള്ള തൊഴിലാളികളായാലും യാത്രക്കാരായാലും അവർക്ക് ഭക്ഷണം കിട്ടാതെ അവർ വലയാൻ വേണ്ടി പാടില്ല, ഭക്ഷണം കിട്ടാതെ പ്രയാസം അനുഭവിക്കാൻ വേണ്ടി പാടില്ല എന്നതുകൊണ്ട് ഇവിടെ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ, CITUവിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ എല്ലാവർക്കും ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. രാവിലെ മുതൽ തന്നെ, ഇന്ന് രാവിലെ ഒരു 6 മണി മുതൽ തന്നെ ഇവിടെ തൊഴിലാളികളെല്ലാം ചേർന്നുകൊണ്ട് ഭക്ഷണം ഒരുക്കുന്ന പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഉപ്പുമാവും കറിയും, ഉച്ചയ്ക്ക് ചോറും കറിയുമാണ് നൽകിയത്. രാവിലെ 6 മണി മുതൽ തന്നെ തൊഴിലാളികളുടെ കൂട്ടായ്മയിൽ പാചക പ്രവൃത്തികൾ ആരംഭിച്ചിരുന്നു. ഡ്രൈവർമാർ, ചുമട്ടുതൊഴിലാളികൾ, ചെറുകിട മോട്ടോർ തൊഴിലാളികൾ, ഓട്ടോ തൊഴിലാളികൾ തുടങ്ങി എല്ലാ മേഖലയിലെയും തൊഴിലാളികൾ ചേർന്നാണ് ഭക്ഷണ വിതരണം നടത്തിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഒറ്റയാൾ സമരത്തിലൂടെ ശ്രദ്ധേയനായ അശോകൻ പെരിങ്ങാര പൊതുപണിമുടക്കിന് ഐക്യദാർഢ്യമർപ്പിച്ച ചീമേനി മുക്കടപ്പാലത്തിൽ ശയനപ്രദക്ഷിണം നടത്തി. പൊതുപണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അശോകൻ പെരിങ്ങാര ചീമേനി മുക്കടപ്പാലത്തിൽ ശയനപ്രദക്ഷിണം നടത്തി. 100 മീറ്റർ ദൂരത്തിലാണ് അശോകൻ ശയനപ്രദക്ഷിണം നടത്തിയത്. ചീമേനിയിൽ മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നീക്കത്തിനെതിരെ ഉൾപ്പെടെ നിരവധി ജനകീയ സമരങ്ങൾക്ക് പിന്തുണ നൽകി വേറിട്ട ഒറ്റയാൾ സമരങ്ങൾ നടത്തി ശ്രദ്ധേയനാണ് അശോകൻ പെരിങ്ങാര. ശവപ്പെട്ടിയിൽ കിടന്നും ഗ്യാസ് കുറ്റി ചുമന്ന് കിലോമീറ്ററുകളോളം നടന്നും മറ്റും പല പ്രശ്നങ്ങളിലും അശോകൻ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.
അപകടാവസ്ഥയിലായ പഴയ കെട്ടിടങ്ങൾ പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലായും ജീവനക്കാരുടെ ക്വാർട്ടേഴ്സായും ലൈബ്രറിയായും ഇപ്പോഴും ഉപയോഗിക്കുന്നു. മഴക്കാലം ആരംഭിച്ചപ്പോൾ തന്നെ പല കെട്ടിടവും തകർന്നു വീണു. 75 വർഷം പഴക്കമുള്ള ഓടിട്ട അപകട ഭീഷണിയിലായ കെട്ടിടം വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലായും ജീവനക്കാരുടെ ക്വാർട്ടേഴ്സായും ലൈബ്രറിയായും പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. മഴക്കാലം ആരംഭിച്ചപ്പോൾ തന്നെ പല കെട്ടിടവും തകർന്നു വീണു. TB ആശുപത്രിയുടെ പഴയ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന നഴ്സിംഗ് കോളേജിന്റെ ഉപയോഗിക്കുന്ന ലൈബ്രറി കെട്ടിടം കഴിഞ്ഞ മാസം മഴയിൽ തകർന്നു വീണു. അപകട സമയത്ത് വിദ്യാർത്ഥികളും ജീവനക്കാരും ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. കെട്ടിടം തകർന്നതിനാൽ നഴ്സിംഗ് കോളേജ് കെട്ടിടത്തിലെ മുറിയിലേക്ക് താൽക്കാലികമായി മാറ്റി. എന്നാൽ ഇപ്പോഴും ഒട്ടേറെ പുസ്തകങ്ങൾ ഈ കെട്ടിടത്തിലുണ്ട്. 1950-ൽ TB ആശുപത്രിക്കായി നിർമ്മിച്ച കെട്ടിടങ്ങളിൽ പലതും വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലാണ്. വിദ്യാർത്ഥികൾ ഭീതിയോടെയാണ് ഇവിടെ തള്ളി നീക്കുന്നത്. ജീവനക്കാരുടെ പല ക്വാർട്ടേഴ്സും ഏതു സമയത്തും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. പ്ലാസ്റ്റിക് ഷീറ്റ് ഓടിന്റെ മുകളിൽ വിരിച്ചാണ് മഴയിൽ ചോർച്ച തടയുന്നത്. പഴയ മരങ്ങളും ഏത് സമയത്തും വീഴാമെന്ന ഭീതിയിലാണ് ജീവനക്കാരുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ച് മുസ്ലിം യൂത്ത് ലീഗ്. പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സമരാഗ്നി ജില്ലാ യൂത്ത് ലീഗ് സെക്രട്ടറി K. സൈനുൽ ആബിദീൻ ഉദ്ഘാടനം ചെയ്തു. കല്യാശ്ശേരി നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമരാഗ്നി സംഘടിപ്പിച്ചു. പ്രകടനമായി എത്തിയ പ്രവർത്തകർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ കോലം കത്തിച്ചു. ഇനിയുള്ള ദിവസങ്ങൾ അതിശക്തമായ സമരപരിപാടിയുമായി പുറത്താക്കുന്നതിനുള്ള സമരപരിപാടിയുമായി മുസ്ലിം മുന്നോട്ട് പോകും. ഈ ഭരണത്തെ ജനങ്ങൾ ചോദ്യം ചെയ്യും. ജനാധിപത്യ രീതിയിൽ ചോദ്യം ചെയ്യും തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഡിവൈഎഫ്ഐക്കാരൻ പറഞ്ഞു ഇത്ര സമരങ്ങളെ വഴിയിൽ തടയും. അത്രയും ഡിവൈഎഫ്ഐക്കാരോട് പറയും ഇന്നലെയുടെ ചരിത്രങ്ങൾ പഠിക്കുന്നത് ഒരാവർത്തി വായിക്കുന്നത് നല്ലതാണ്. ഇന്നലെ നിങ്ങൾ ചെയ്ത സമരപ്പോക്ക് ആഭാസങ്ങൾ ഈ രാജ്യം കണ്ടിട്ടുണ്ട്. അത്ര സമരാഭാസങ്ങളിലേക്കല്ല മുസ്ലിം യൂത്ത് ലീഗ് പറയുന്നത്. ഈ നാടിന്റെ സാധാരണക്കാരന്റെ ആവശ്യമാണ്. അവന്റെ ആശ്രയ കേന്ദ്രമാണ് ഗവൺമെന്റ് ആശുപത്രികൾ. അതിലാണ് ആവശ്യമായ ഡോക്ടർമാരില്ല, സ്റ്റാഫില്ല. ഇപ്പൊ നമുക്കറിയാം കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിൽഡിംഗ് എടുത്തിട്ട് മാസങ്ങളായി. പക്ഷേ ഇതുവരെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി സർക്കാരിന് സാധ്യമായില്ല. എന്തുകൊണ്ടെന്നാൽ ആവശ്യമായ സ്റ്റാഫ് നിയമിക്കാൻ സാധ്യമാകില്ല. ഇനി അവിടെ നടക്കാൻ പോകുന്നത് ഡിവൈഎഫ്ഐക്കാരെ പോലുള്ള ആളുകളെ പിൻവാതിൽ നിയമിച്ചുകൊണ്ട് ഈ ഭരണസമിതി തകർക്കാനുള്ള. അതുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ സമരത്തെ നിസ്സാരമായി കാണുന്നു മാത്രം എത്തിക്കൊണ്ട് നിയോജക മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് ജംഷീർ ആലക്കാട് അധ്യക്ഷത വഹിച്ചു. മാടായി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് SU റഫീഖ്, സമദ് ചൂട്ടാട്, തമീം ചുമടുതാങ്ങി, നബീൽ മാട്ടൂൽ, ഷബീർ മടക്കര, നൌഷാദ് അരിയിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. 70 വയസ്സു കഴിഞ്ഞവർക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കിയില്ല. ഇതോടെ സാധാരണക്കാരായ കുടുംബത്തിലെ പ്രായമായവരുടെ ചികിത്സ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. 70 വയസ്സ് കഴിഞ്ഞവർക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സ ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കിയില്ല. ഈ പദ്ധതിയിൽ അംഗങ്ങളായ 70 വയസ്സു കഴിഞ്ഞവർക്ക് സംസ്ഥാന സർക്കാരിന്റെ കാരുണ്യ ചികിത്സ ആനുകൂല്യവും നിഷേധിച്ചതോടെ ഒട്ടേറെ പേർ ദുരിതത്തിലായി. ആയുഷ്മാൻ ഭാരത് സൗജന്യ ചികിത്സാ പദ്ധതിയുടെ ഭാഗമാകാൻ 70 കഴിഞ്ഞവർക്ക് കേന്ദ്രത്തിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ നടത്താൻ സാധിക്കും. ഇങ്ങനെ രജിസ്റ്റർ ചെയ്ത ശേഷം ഒട്ടേറെ പേർ ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രികളിൽ എത്തുമ്പോൾ സർക്കാരിന്റെ ഉത്തരവ് ലഭിക്കാത്തതിനാൽ ആയുഷ്മാൻ ഭാരത് പദ്ധതി നടപ്പിലാക്കാൻ ആരംഭിച്ചില്ലെന്ന് ആശുപത്രി അധികൃതർ മറുപടി പറയുന്നു. എന്നാൽ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാരുണ്യ പദ്ധതി അനുവദിക്കണമെന്ന് രോഗികൾ ആവശ്യപ്പെടുമ്പോൾ വയനന്ദന കാർഡുള്ളതിനാൽ കാരുണ്യ പദ്ധതിയിൽ നിന്നും നിങ്ങളുടെ പേര് റദ്ദായതായി ആശുപത്രി അധികൃതർ പറയുകയാണ്. വരുമാന പരിധിയില്ലാതെ ഒരു കുടുംബത്തിലെ 70 വയസ്സ് കഴിഞ്ഞ 5 ലക്ഷം ചികിത്സ ആനുകൂല്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ അംഗമായി വയനന്ദന കാർഡുള്ളവർക്ക് നിലവിൽ സർക്കാരിന്റെ 2 ലക്ഷം രൂപ വരെ ചികിത്സ ആനുകൂല്യം ലഭിക്കുന്ന കാരുണ്യ ചികിത്സാ പദ്ധതിയും അനുവദിക്കാത്ത അവസ്ഥയാണ്. സാധാരണക്കാരായ കുടുംബത്തിലെ പ്രായമുള്ളവരുടെ ചികിത്സ ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുന്നരു കാരന്താട്ടെ CV ധനരാജിനെ അനുസ്മരിച്ചു. AK കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ രക്തസാക്ഷ്യം എന്ന പേരിൽ നടന്ന പരിപാടി സംസ്ഥാന ട്രഷറർ SR അരുൺ ബാബു ഉദ്ഘാടനം ചെയ്തു. പരിശീലനം കൊടുക്കുന്ന രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് RSSന്റേത്.
ഇന്ന് സഖാവ് ധനരാജിനെ കൊലപ്പെടുത്തിയത് വഴി നമ്മുടെ പ്രദേശത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ, ഡിവൈഎഫ്ഐ എല്ലാം ഇല്ലാതാക്കാനാണ് അന്ന് RSS ശ്രമിച്ചതെങ്കിൽ ഈ പ്രസ്ഥാനം കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് വരികയാണ്. CPIM മുൻ ബ്രാഞ്ച് സെക്രട്ടറിയും ഡിവൈഎഫ്ഐ മുൻ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായിരുന്ന കുന്നരു കാരന്താട്ടെ CV ധനരാജിനെ അനുസ്മരിച്ചു. ഡിവൈഎഫ്ഐ പയ്യന്നൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ AK കൃഷ്ണൻ മാസ്റ്റർ ഓഡിറ്റോറിയത്തിൽ രക്തസാക്ഷ്യം എന്ന പേരിൽ നടന്ന പരിപാടി സംസ്ഥാന ട്രഷറർ SR അരുൺ ബാബു ഉദ്ഘാടനം ചെയ്തു. PP അനിഷ അധ്യക്ഷയായി. ജില്ലാ സെക്രട്ടറി സരിൻ ശശി, VK നിഷാദ്, PP സിഥിൻ, VP രജീഷ്, CV രഹിനേജ്, C ഷിജിൽ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കരിവെള്ളൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ഔഷധഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂർ പുത്തൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ഔഷധഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി 2024-25 പദ്ധതിയിലെ കാർബൺ ന്യൂട്രൽ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഔഷധഗ്രാമം പദ്ധതി നടപ്പിലാക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം നിർവഹിച്ചു. ആയുർവേദ ഹോസ്പിറ്റലുകൾക്ക് നമുക്ക് ഏറ്റവും ഫലപ്രദമായി നമുക്ക് ഔഷധ സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കാനുള്ള പദ്ധതി ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുകയാണ് ചെയ്തത്. സാധാരണ ഒരു പദ്ധതിയിൽ പോകുന്ന പോലെ DPCയിൽ പോയപ്പോൾ പദ്ധതികൾക്ക് നമുക്കൊരു അംഗീകാരം ലഭിച്ചില്ല. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AV ലേജു അധ്യക്ഷയായി. MV അപ്പുക്കുട്ടൻ, T ഗോപാലൻ, P ഹരികുമാർ, T പത്മാവതി, ഡോക്ടർ സബിത MP, രാഖി K തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. V1 കണ്ടോത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവന്ന നീന്തൽ പരിശീലനം സമാപിച്ചു. P ലക്ഷ്മണന്റെ നേതൃത്വത്തിലായിരുന്നു നീന്തൽ പരിശീലനം നടന്നത്. V1 കണ്ടോത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിവന്ന നീന്തൽ പരിശീലനം സമാപിച്ചു. P ലക്ഷ്മണനാണ് നീന്തൽ പരിശീലനത്തിന് നേതൃത്വം നൽകിയത്. നീന്തൽ പരിശീലന സമാപന പരിപാടിയിൽ പയ്യന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ CP രാജേഷ് ജലസുരക്ഷയും ഗാർഹിക സുരക്ഷയും എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഡെമോൺസ്ട്രേഷനും നടന്നു. അത് വളരെ വീക്കായിരിക്കും, നമുക്കത് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഓക്കെ, അതിന് മറ്റൊരു മാർഗത്തിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് നമ്മൾ പറയും 3 മാർഗത്തിലൂടെ നമുക്ക് നോക്കാം. നമ്മൾ അദ്ദേഹത്തിന്റെ ഈ മൂക്കിന്റെ ഭാഗത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ചെവി ഒന്ന് താഴ്ത്തി വെക്കുക. ഓക്കെ, അദ്ദേഹം ശ്വസിക്കുന്നുണ്ടാവും, നമുക്ക് ചെവി വഴി നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചറിയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ കണ്ണുകൾ എങ്ങോട്ട് നോക്കുക, അദ്ദേഹത്തിന്റെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് നോക്കുക. അന്നേരം നമുക്ക് അദ്ദേഹം ശ്വസിക്കുന്നുണ്ടെങ്കിൽ നെഞ്ച് വികസിക്കുകയും താഴ്ത്തുകയും ചെയ്യാൻ കാണാൻ പറ്റും. പിന്നെ ഒരു മാർഗം കൂടെ നോക്കുക, നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ പൾസ് തിരിച്ചറിയാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ കഴുത്തണ്ടയിലെ പൾസ് തിരിച്ചറിയാൻ പറ്റും. V1 കണ്ടോത്തിന്റെ നേതൃത്വത്തിൽ 13 വർഷക്കാലമായി സൗജന്യ നീന്തൽ പരിശീലനം നടത്തിവരുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ IV ദാസ് അനുസ്മരണവും വായനാ പക്ഷാചരണ സമാപനവും സംഘടിപ്പിച്ചു. വായനശാല ഹാളിൽ നടന്ന പരിപാടി റിട്ടയർഡ് ഡയറ്റ് പ്രിൻസിപ്പൽ TV ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. പാലക്കുന്ന് പാഠശാല ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ IV ദാസ് അനുസ്മരണവും വായന പക്ഷാചരണ സമാപനവും സംഘടിപ്പിച്ചു. വായനശാല ഹാളിൽ നടന്ന പരിപാടി റിട്ടയർഡ് ഡയറ്റ് പ്രിൻസിപ്പൽ TV ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. VV പ്രദീപൻ ചടങ്ങിൽ അധ്യക്ഷനായി. കൂക്കാരം റഹ്മാൻ മാസ്റ്റർ, കൊടക്കാട് നാരായണൻ മാസ്റ്റർ, KV പവിത്രൻ, കലിയാന്തിൽ നാരായണൻ മാസ്റ്റർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചെറുതാഴം റെഡ് സ്റ്റാർ കോവൽ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ IV ദാസ് അനുസ്മരണവും വായനാ പക്ഷാചരണവും സംഘടിപ്പിച്ചു. ചെറുതാഴം റെഡ് സ്റ്റാർ കോവൽ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ IV ദാസ് അനുസ്മരണവും വായനാ പക്ഷാചരണവും നടന്നു. അധ്യാപകൻ V ശരത് കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. അറിയാത്തത് എന്താണ്, നമ്മുടെ ആരുടെ തെറ്റല്ല കേട്ടോ, തെറ്റായതുകൊണ്ട് ഞാൻ അതുകൊണ്ടാണ് ആ ഒരു കാര്യം തന്നെ ആദ്യം എടുത്തു ചോദിക്കാനുള്ള കാര്യം. എന്തുകൊണ്ടാണ് നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ നായികയായിട്ടുള്ള PK റോസി എന്നാണ് അവരുടെ പേര്. PK റോസിയെ കുറിച്ചിട്ട് നമുക്ക് വലിയ വിവരമൊന്നുമില്ല. അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിച്ചാൽ കൃത്യമായിട്ടൊരു ഉത്തരവ് നമുക്കില്ല. പക്ഷെ അവരെക്കുറിച്ച് നമുക്ക് നൽകിയിരിക്കുന്നത് പുസ്തകങ്ങൾ നൽകിയത്. ഞാൻ എന്തുകൊണ്ടാണ് അത് പറയാൻ കാര്യം, അവരെക്കുറിച്ച് തന്നെ പറയാൻ കാര്യം, ഇവിടെ ഇരിക്കുന്നതിൻ്റെ ഒരു വശത്ത് ഭൂരിപക്ഷവും സ്ത്രീകളാണ്. T രമേശൻ അധ്യക്ഷത വഹിച്ചു.
യു സുരേശൻ, PP അംബുജാക്ഷൻ, KKR വെങ്ങര, M പ്രജിത്ത് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ആരംഭിച്ച 24 മണിക്കൂർ പണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം. BMS ഒഴികെയുള്ള രാജ്യത്തെ 10 തൊഴിലാളി സംഘടനകൾ ചേർന്നാണ് ദേശീയ പണിമുടക്ക് നടത്തുന്നത്. അസംഘടിത തൊഴിലാളികൾ ഉൾപ്പെടെ ദേശീയ പണിമുടക്കിൽ അണിചേർന്നു. സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത ദേശീയ പണിമുടക്ക് പഴയങ്ങാടിയിൽ പൂർണ്ണം. സമരാനുകൂലികൾ ചരക്കുവാഹനങ്ങൾ തടഞ്ഞു. ഇത് പോലീസും സമരക്കാരും തമ്മിൽ ഏറെ നേരം വാക്കേറ്റത്തിന് കാരണമായി. അപകടാവസ്ഥയിലായ കെട്ടിടം വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലായും ജീവനക്കാരുടെ ക്വാർട്ടേഴ്സായും ലൈബ്രറിയായും പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. മഴക്കാലം ആരംഭിച്ചപ്പോൾ തന്നെ പല കെട്ടിടവും തകർന്നു വീഴുന്നു. 70 വയസ്സു കഴിഞ്ഞവർക്ക് ചികിത്സാ സൗജന്യം ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതി സംസ്ഥാനത്ത് നടപ്പിലാക്കിയില്ല. ഇതോടെ സാധാരണക്കാരായ കുടുംബത്തിലെ പ്രായമായവരുടെ ചികിത്സ പ്രതിസന്ധിയിലായിരിക്കുന്നു. കരിവെള്ളൂർ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ ഔഷധഗ്രാമം പദ്ധതിക്ക് തുടക്കമായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.